രേഖാചിത്രമാണ് നടൻ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് രേഖാചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഈ സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങുകളിലെല്ലാം തന്നെ നടൻ ആസിഫ് അലി സജീവമാണ്. ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചും ആസിഫ് അലി സംസാരിക്കുകയുണ്ടായി. മമ്മൂക്കയുടെ തനിക്കുള്ള ആരാധന എത്രത്തോളം ഉണ്ടെന്നതിനെ കുറിച്ചാണ് ആസിഫ് അലി പറയുന്നത്. ഓരോ തവണ കാണുമ്പോഴും മമ്മൂക്ക തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണെന്നാണ് ആസിഫ് അലി പറയുന്നത്. മാത്രമല്ല, ഭാര്യ സുൽഫത്തുമായി മമ്മൂക്ക ഇപ്പോഴും പ്രേമത്തിലാണെന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ആസിഫ് അലി പറയുന്നുണ്ട്. ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് നടൻ ആസിഫ് അലി മമ്മൂട്ടിയെ കുറിച്ചുള്ള രസകരമായ ചില വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. മമ്മൂക്കയുടെ ഫോണിലേക്ക് താനിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനെപ്പറ്റിയും ആസിഫ് അലി പറയുന്നു. അതിൽ കാണിക്കുന്നത് പോലെ താങ്കളൊരു യാത്രക്കിടയിൽ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഫോണിലെടുത്ത ഫാമിലി ചിത്രങ്ങൾ തനിക്ക് കാണിച്ചു തന്നിരുന്നുവെന്നും നടൻ പറയുന്നു. മമ്മൂക്കയും സുലുത്തയും ഒരുമിച്ചുള്ളതും സുലുത്താന്റെ ഒറ്റയ്ക്കുള്ളതുമായ നിരവധി ഫോട്ടോസ് ഉണ്ട് മമ്മൂക്കയുടെ കയ്യിലെന്നാണ് ആസിഫ് അലി പറയുന്നത്. ആ ചിത്രങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ അദ്ദേഹം തന്നെ എടുത്തതാണെന്നും ആസിഫ് അലി പറയുന്നു. ഇപ്പോഴും അവരുടേത് എത്ര മനോഹരമായ റിലേഷൻഷിപ്പ് ആണെന്ന് അറിയാമോ എന്നാണ് മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും ദാമ്പത്യ ബന്ധത്തെപ്പറ്റി ആസിഫ് അലി പറയുന്നത്. എന്നാൽ പക്ഷേ തന്റെ ഫോണിലാണെങ്കിൽ താൻ തന്റെ ഭാര്യ സമയം നിർത്തിയെടുത്ത ഒരു ഫോട്ടോ പോലും കാണില്ല എന്ന് താൻ മമ്മൂക്കയോട് പറഞ്ഞിരുന്നുവെന്നും നടൻ ഓർക്കുന്നുണ്ട്. അതിന് മറുപടിയായി മമ്മൂക്ക തന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: താനും സുൽഫത്തും അങ്ങനെയല്ല എന്ന്. എപ്പോഴും തങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ രണ്ടാൾക്കും വളരെ ഇഷ്ടമാണെന്നും മാത്രമല്ല ഇപ്പോഴും തങ്ങൾ പ്രേമിക്കുകയാണെന്നും മമ്മൂക്ക പറഞ്ഞുവെന്നും ആസിഫ് അലി പറയുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് മമ്മൂക്ക തനിക്ക് കാണിച്ചു തന്നതെന്നാണ് ആസിഫ് അലി പറയുന്നത്. എന്നാൽ പക്ഷെ ഇത് കണ്ടപ്പോൾ ശരിക്കും തനിക്ക് ഭയങ്കരമായ ഫീലിംഗ്സ് ആണ് ഉണ്ടായതെന്നാണ് ആസിഫ് അലി പറയുന്നത്. കാരണം എന്തെന്നാൽ മമ്മൂക്ക അദ്ദേഹത്തിന്റെ കുടുംബത്തെ നോക്കുന്ന രീതിയും കുടുംബത്തെ കുറിച്ച് പറയുന്നതുമൊക്കെ സർപ്രൈസ് ആയിട്ടാണ് തനിക്ക് തോന്നിയത്. ഓരോ തവണ മമ്മൂക്കയെ കാണുന്നത് തനിക്ക് എക്സൈറ്റ്മെന്റ് ആണെന്ന് ആസിഫ് അലിയും പറയുന്നു. അതേപോലെ തന്നെ മമ്മൂക്കയുടെ അടുത്ത് ഓരോ തവണ സംസാരിക്കുമ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റും. പുള്ളിയുമായി ടൈം സ്പെൻഡ് ചെയ്യുവാനും തനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നും ആസിഫ് അലി പറയുന്നു. മമ്മൂക്കയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് നടൻ ആസിഫ് അലി പറയുന്നത്. അതേസമയം ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തിയ മറ്റൊരു ചിത്രമാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അനുഷ്ക രാജനാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 9 തിയേറ്ററിൽ റിലീസിനെത്തിയ ചിത്രം ആദ്യ ദിവസം മുതൽ തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മമ്മൂട്ടിയും അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അഭിമുഖത്തിൽ നടൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് ആസിഫ് അലി പറയുന്ന വാക്കുകളും ശ്രദ്ധ നേടിയെടുക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാർക്കോ സിനിമ കണ്ടിരുന്നുവോ എന്ന് ചോദിക്കുമ്പോഴാണ് ഉണ്ണി മുകുന്ദനുമായുള്ള സൗഹൃദത്തെ കുറിച്ച് റെഡ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് അലി തന്റെ മനസ്സ് തുറക്കുന്നത്. മാർക്കോ സിനിമ താൻ കണ്ടിരുന്നു, അതിഗംഭീരമെന്നാണ് ആസിഫ് അലി പറയുന്നത്. മാർക്കോ കണ്ടിരുന്നു, അതിഗംഭീരം തന്നെ. പ്രത്യേകിച്ചും ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്ന വിധവും എല്ലാം തന്നെ അതിഗംഭീരമാണെന്നാണ് ആസിഫ് അലി പറയുന്നത്. മാത്രമല്ല, തിയേറ്ററിൽ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിയെ മാത്രമാണ്. ഐ ലവ് മീ എന്ന സിനിമയിൽ അഭിനയിച്ച സമയത്താണ് താൻ ഉണ്ണി മുകുന്ദനൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതെന്നും അന്നു മുതൽ താൻ പറയും ഇവന് ഉണ്ണി എന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റില്ല എന്നുള്ള കാര്യവും ആസിഫ് അലി കൂട്ടിച്ചേർക്കുന്നു. അത്രയ്ക്ക് പാവമാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് ആസിഫ് അലി ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും മാർക്കോ എന്ന സിനിമയെക്കുറിച്ചും പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്. അതേസമയം അല്ലു സിംഗാണ് ഉണ്ണി മുകുന്ദനൊപ്പം ആസിഫ് അലി ചെയ്തിരിക്കുന്ന ആദ്യ സിനിമ. മലയാളത്തിൽ ഇതുവരെയും റിലീസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്ന ടാഗോടെയാണ് മാർക്കോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തിയെഴുതി മുന്നേറുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. സിനിമ കളക്ട് ചെയ്യുന്ന തുകയുടെ കണക്കിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദന്റെ മാർക്കോയ്ക്ക് ആളുകളങ്ങ് നോർത്ത് ഇന്ത്യൻ തിയേറ്ററിലും കയറി തുടങ്ങിയിരിക്കുന്നു. പേരിന് റിലീസ് ചെയ്യപ്പെടുക മാത്രമല്ല, പകരം ഒറിജിനൽ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിന് സമാനമായ ബോക്സ് ഓഫീസ് കളക്ഷനാണ് മാർക്കോയുടെ ഹിന്ദി ഡബ്സ് വേർഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, നസ്ലിൻ കെ ഗഫൂർ, ടൊവിനോ തോമസ് എന്നിവർക്ക് ശേഷം സോളോ 100 കോടി തേടുന്ന താരം കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ പടം കൊണ്ട് കളിയാക്കിയവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെയൊരു നേട്ടം ഉണ്ണി മുകുന്ദൻ നേടിയത് ശരിക്കും രോമാഞ്ചം തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മാർക്കോ എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ കിട്ടിയ പോപ്പുലാരിറ്റിയും ആരാധകരെയും ഭാവിയിൽ ഉണ്ണി മുകുന്ദന്റെ കരിയറിന് കൂടുതൽ ഗുണം ചെയ്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഷ്ടപ്പെട്ടു വന്ന് മലയാള സിനിമയിൽ പിടിച്ചു നിന്ന് പല പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട് നെഞ്ചുറപ്പോടെ നേടിയെടുത്ത വിജയമാണ് നടൻ ഉണ്ണി മുകുന്ദന്റേത്. അതുകൊണ്ടൊക്കെ തന്നെ ഉണ്ണി മുകുന്ദന്റെ വിജയം ആഘോഷിക്കുന്നതിൽ 10 മടങ്ങ് സന്തോഷം മലയാളികളായ ഓരോ സിനിമാ പ്രേക്ഷകർക്കും ഉണ്ടാകും. മാർക്കോ എന്ന സിനിമ വിജയകരമായി
ചിത്രമായി തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോൾ ഉണ്ണി മുകുന്ദന്റെ കേരളത്തിനകത്തും പുറത്തുമെല്ലാം പ്രമോഷനും അഭിമുഖങ്ങളും എല്ലാമായി തിരക്കിലുമാണ്. ഉണ്ണി മുകുന്ദനെ പോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണ് നടൻ ആസിഫ് അലിയുടേതും. അവതാരകനായി കരിയർ ആരംഭിച്ച ആസിഫ് അലി തുടക്കത്തിൽ വില്ലൻ, സഹനടൻ റോളുകളൊക്കെയാണ് ചെയ്തിരുന്നത്. അവിടെ നിന്നും വർഷങ്ങളുടെ അധ്വാനത്തിലൂടെയാണ് മലയാള സിനിമയിലെ താരമൂല്യമുള്ള മുൻനിര നടനായി ആസിഫ് അലി മാറുന്നത്. 2024 എന്ന വർഷം ഉണ്ണി മുകുന്ദൻ എന്നതുപോലെ തന്നെ ആസിഫ് അലിക്കും നല്ലൊരു വർഷം തന്നെയായിരുന്നു. തലവൻ എന്ന സിനിമ തൊട്ട് ഇതുവരെ ആസിഫ് അലി ചെയ്ത സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു. ആസിഫ് അലി എന്ന നടന്റെ തിരിച്ചുവരവ് കൂടി കണ്ട വർഷമായിരുന്നു 2024 എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. 2024 ആസിഫ് അലി തന്റെ കരിയറിലെ മികച്ച വർഷമാക്കി മാറ്റി. 2025 അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് രേഖാചിത്രം നൽകുന്ന സൂചനകൾ. കാരണം എന്തെന്നാൽ ഈ വർഷത്തെ ആസിഫ് അലിയുടെ ആദ്യത്തെ റിലീസായ രേഖാചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ഈ സിനിമ തിയേറ്ററുകൾ നിറഞ്ഞോടുമ്പോൾ ഒപ്പം ആസിഫ് അലിയുടെ തന്നെ മറ്റൊരു വീഡിയോയും വൈറലായി മാറുന്നുണ്ട്. രേഖാചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്ത നടിയായ സുലേഖയെ നടൻ ആസിഫ് അലി ആശ്വസിപ്പിക്കുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത്. രേഖാചിത്രത്തിൽ സുലേഖയ്ക്ക് 2 ഷോട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷെ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സീൻ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ലെങ്ത് കൂടിപ്പോയതിനാൽ എഡിറ്റിംഗിന്റെ സമയത്ത് ചില സീനുകൾ മുറിച്ചു മാറ്റിയപ്പോൾ സുലേഖ ചെയ്ത ആ ഷൂട്ടുകളും അതിൽപ്പെട്ടു. ഇതോടെ ആദ്യമായി താൻ അഭിനയിച്ച ചിത്രം കാണുവാൻ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തിയ സുലേഖ സങ്കടം താങ്ങാനാകാതെ തിയേറ്ററിൽ വെച്ച് കരയുകയുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആസിഫ് അലി സുലേഖയുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അടുത്ത സിനിമയിൽ അഭിനയിക്കുവാൻ അവസരവും വാഗ്ദാനം ചെയ്തു. അതേസമയം ആസിഫ് അലിക്ക് ഒപ്പമുള്ള കോമ്പിനേഷൻ സീനായിരുന്നു കട്ടായി പോയത്. ചെറിയ ഹ്യൂമറുള്ള സീനായിരുന്നുവെന്നും എന്നാൽ പക്ഷെ അത് ഉൾപ്പെടുത്തുവാൻ കഴിയാതെ പോയെന്നുമാണ് ആസിഫ് അലി ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ചേച്ചി തന്നോട് ക്ഷമിക്കണം, വിഷമമായി പോയെന്ന് തനിക്കറിയാം. അടുത്ത സിനിമയിൽ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാമെന്നും പറ്റിപ്പോയതാണ് ചേച്ചി, നല്ല രസമുള്ള സീനായിരുന്നു അത്, ചേച്ചി അത് രസമായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആസിഫ് അലി സുലേഖയോട് പറഞ്ഞത്. ചില സിനിമകളിൽ ലെങ്ത് പ്രശ്നം വരുമല്ലോ, അടുത്ത പടത്തിൽ ചേച്ചിക്ക് എന്തായാലും റോൾ ഉണ്ടാകുമെന്ന് ആസിഫ് അലി സുലേഖയെ സമാധാനിപ്പിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. എന്നാൽ പക്ഷേ താൻ അഭിനയിച്ച സീൻ എഡിറ്റ് ചെയ്തപ്പോൾ പോയതിൽ തനിക്ക് വിഷമമില്ല എന്നും ഇപ്പോൾ അതിനേക്കാളും തനിക്ക് സന്തോഷമായെന്നുമാണ് സുലേഖ ആസിഫ് അലിയെ കണ്ടതിനു ശേഷം പ്രതികരിച്ചത്. ഇനി കരയരുതെന്നു കൂടി ഓർമ്മിപ്പിച്ചതിനു ശേഷമാണ് ആസിഫ് അലി സുലേഖയെ പറഞ്ഞയക്കുന്നത്. അതേസമയം ഈ ഒരു വീഡിയോ അതിവേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഒപ്പം പ്രവർത്തിച്ചവരെ കൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന നടൻ ആസിഫ് അലിയുടെ മനസ്സിനെയാണ് പ്രേക്ഷകർ പ്രശംസിച്ചത്. ചേർത്ത് പിടിക്കുക എന്ന വാക്കിന് ഇത്രയധികം ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാണെന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വന്ന കമന്റുകൾ. വിനയം, എളിമ, അതാണ് ഒരു കലാകാരന്റെ മഹത്വം. ചിലപ്പോൾ ആ സിനിമയിൽ ചേച്ചിയെ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും അറിയപ്പെടില്ലായിരുന്നു. ചേച്ചി ശരിക്കും സ്റ്റാർ ആയത് ഇപ്പോഴാണ്. സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ചു. സിനിമയിൽ കാണിച്ചില്ലെങ്കിൽ എന്താ, അതിനേക്കാളും ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ആസിഫ് അലി വീണ്ടും വീണ്ടും വിസ്മയിപ്പിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാണ് ആസിഫ്, സിനിമയേക്കാൾ നല്ലൊരു സീൻ, ജാടയില്ലാത്ത മനുഷ്യൻ എന്നിങ്ങനെയായിരുന്നു ഈ വീഡിയോയ്ക്ക് കീഴിൽ വന്ന കമന്റുകൾ. താരമാണെന്ന ഭാവമോ ജാടയോ കാണിക്കാത്ത വ്യക്തിത്വമാണ് ആസിഫ് അലിയുടേത്. അതേസമയം രമേശ് നാരായണൻ വിഷയത്തോടെ ആസിഫ് അലി എന്ന വ്യക്തി സഹജീവി സ്നേഹവും ക്ഷമയും ഉള്ളയാളാണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. നിരവധി പേരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ശ്യാമപ്രസാദ് 2009 സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. നിഷാൻ, റിമ കല്ലിങ്കൽ എന്നിവരും ആസിഫ് അലിക്കൊപ്പം ചിത്രത്തിൽ വേഷമിട്ടു. ഇവരുടെയും അരങ്ങേറ്റ ചിത്രമായിരുന്നു ഋതു. ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പരസ്യങ്ങളുടെ മോഡലായും വീഡിയോ ജോക്കിയായും ഒക്കെ ആസിഫ് അലി ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഹിമമഴയിൽ എന്ന ആൽബത്തിൽ ആസിഫ് അലി അഭിനയിച്ച ആദ്യമായി എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടു. ഇതോടെ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശ്യാമപ്രസാദ് 2009 സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലെ സണ്ണി വെട്ടി എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ആസിഫ് അലിക്ക് അവസരവും ലഭിക്കുന്നു. അങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് ആസിഫ് അലി അരങ്ങേറുന്നത്. ആശിച്ച് മോഹിച്ച് സിനിമയിലെത്തിയ ആളാണ് താനെന്ന് ആസിഫ് അലി തന്നെ നിരവധി തവണ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തുടരെ ഹിറ്റുകളൊന്നും നൽകുന്ന നടനല്ലായിരുന്നുവെങ്കിൽ പോലും ആസിഫ് അലിക്ക് അഭിനയിക്കുവാനുള്ള കഴിവുണ്ടെന്ന് മലയാള സിനിമാ പ്രേമികൾ എന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ മികച്ച കഥാപാത്രങ്ങളിലൂടെ അമ്പരപ്പിക്കുന്ന നടനായി മാറിയിരിക്കുകയാണ് ആസിഫ് അലി. നടനായി മാത്രമല്ല വില്ലനായും സഹതാരമായും എല്ലാം ആസിഫ് അലി കയ്യടി നേടാറുണ്ട്. പോയ വർഷങ്ങളിൽ തുടരെ ഹിറ്റുകളും മികച്ച പ്രകടനങ്ങളും സമ്മാനിച്ചുകൊണ്ട് 2024 ആസിഫ് അലി തന്റേതാക്കി മാറ്റി. തുടർ പരാജയങ്ങളിൽ നിന്നുമുള്ള ആസിഫ് അലിയുടെ തിരിച്ചുവരവ് ഒരു മധുര പ്രതികാരം കൂടിയാണെന്ന് പറയാം. കിഷ്കിന്ദ കാണ്ഡം, അഡിയോസ് അമിഗോ, തലവൻ, ലെവൽ ക്രൂസ് എന്ന സിനിമകളിലൂടെയാണ് ആസിഫ് അലി പോയ വർഷം കയ്യടി നേടിയെടുത്തത്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം മലയാളത്തിലെ പല ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലും ആസിഫ് അലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.